നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഈ 27 നക്ഷത്രക്കാർക്കും വിഭിന്നമായ ഫലങ്ങൾ ജ്യോതിഷപ്രകാരം വന്ന് ചേരുന്നതാകുന്നു. പൊതുഫലപ്രകാരമാണ് എങ്കിൽ പോലും ഓരോ നക്ഷത്രക്കാരായ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാകുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ പറയുന്നത് പൊതുഫലപ്രകാരമാണ് എങ്കിൽ പോലും ഒരു 70-80% പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ജാതകപ്രകാരം നോക്കുകയാണ് എങ്കിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം ദോഷഫലങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നില്ല. അതിനാൽ ദോഷഫലങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. പരിഹാരങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഐശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഇവർക്ക് പൊതുവായി നോക്കുകയാണ് എങ്കിൽ കൂട്ടായ സംരംഭങ്ങൾ ഇവർ ചെയ്യുകയാണ് എങ്കിൽ അതിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാലും അത് നിങ്ങൾക്ക് അധികം ബാധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തമായി അത്രയധികം നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നാണ് പറയുക. അതായത് അത്രമേൽ ബാധ്യത വന്ന് ചേരണം എന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ എന്ത് കാര്യവും നേരിടാം എന്ന് പൊതുവെ ചിന്തിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പല കാര്യങ്ങളെയും ഇവർക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനും അതേപോലെ തന്നെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ്. പൊതുവെ ഇത്തരത്തിലൊരു പോസിറ്റീവായ ചിന്താഗതി ഇവർക്ക് പല കാര്യങ്ങളിലുമുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുകയും അത്തരം കാര്യങ്ങൾ പൊതുവെ ജീവിതത്തിൽ ഇവർക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പരാജയങ്ങളിൽ പലരും തളർന്ന് പോകുന്നവരാകുന്നു. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരാജയങ്ങളിൽ തളരില്ല എന്ന് മാത്രമല്ല, മുന്നോട്ട് കുതിക്കുവാൻ, പരാജയങ്ങളിൽ തളരാതെ തന്നെ മുന്നോട്ട് കുതിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. അതിനാൽ ഒരിക്കലും പരാജയങ്ങൾ ഇവരെ തളർത്തുന്നതല്ല. അതിലൂടെ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നേറുവാൻ സാധിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അന്ധമായി തന്നെ ആരെയും വിശ്വാസമില്ലാത്തവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇല്ലാത്തവരാണ് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഏത് കാര്യത്തെയും യുക്തിപൂർവം സമീപിക്കുന്നവരാണ് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് പറയാം. നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും എങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിലേക്ക് അത്തരത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. ഒരു വ്യക്തിയുടെ സ്വപ്നമായ വീട് എന്ന കാര്യം ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. അത് ഇവർക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകുന്ന ഒരു കാര്യവുമാകുന്നു. കാലതാമസം നേരിട്ടാൽ പോലും വീട് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ രീതിയിലുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ. കൂടാതെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ, അവർ ആഗ്രഹിച്ച പോലെ തന്നെ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. അത്തരത്തിൽ സ്വന്തമാക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കൂടാതെ നന്നായി സംസാരിക്കുവാനുള്ള കഴിവ് പലർക്കും ലഭിക്കണം എന്നില്ല. എന്നാൽ
ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ സംസാരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവർക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുവാനും സാധിക്കുന്നവരാണ് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാരായ വ്യക്തികൾ. ഇത് ഇവരുടെ പൊതുഫലത്താൽ പൊതു സ്വഭാവത്താൽ വന്നു ചേരുന്ന ഫലമാണ് എങ്കിൽ പോലും പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലൊരു സ്വഭാവ സവിശേഷത ഉണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നന്നായി തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെയധികം താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. പലപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും. പല രീതിയിലുള്ള നഷ്ടങ്ങളാകാം, സാമ്പത്തികം തന്നെ ആകണം എന്നില്ല. എന്നാൽ എത്തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ പോലും ആ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് അമിതമായി ദുഃഖിക്കാത്തവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ദുഃഖിച്ചിരുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന രീതിയിൽ പലപ്പോഴും ഒരു ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാകുന്നു. മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ ആദരവോടെ കാണുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരുന്നതാകുന്നു. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് അത് സാധിക്കുന്ന രീതിയിലേക്ക് ആ തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാകുന്നു. അത്രമേൽ പ്രത്യേകതയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുള്ളത്. ആരെങ്കിലും പുച്ഛിക്കുകയാണ് എങ്കിൽ അഥവാ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കളിയാക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കും. വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. ആ സമയം നിങ്ങൾ പരിസരം മറന്ന് പ്രതികരിക്കും എന്നതാണ് വ്യത്യാസം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഒരു പരിധിവരെ ഇത്തരം ദേഷ്യങ്ങൾ, അതായത് ഇത്തരത്തിൽ അമിതമായ ദേഷ്യം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ എല്ലാ തൊഴിലിലും നിങ്ങൾ ശോഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും തൊഴിലിൽ ശോഭിക്കാത്ത അവസ്ഥ വന്നു ചേർന്നാൽ പോലും പിന്നീട് അതേ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് തൊഴിലിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ പുറകിലാണ് എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ വിഷമിക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മൂലം ഉയർച്ച നേടുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ബിസിനസ്സും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്ന കാര്യവും നിസ്സംശയം പറയുവാൻ സാധിക്കും. ബിസിനസ്സിൽ നഷ്ടങ്ങൾ നേരിടേണ്ടതായി വരാം. എന്നിരുന്നാൽ പോലും ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരായ പുരുഷന്മാരെ കുറിച്ച് നോക്കുകയാണ് എങ്കിൽ പൊതുവെ ഏറ്റവും നല്ല രീതിയിൽ കുടുംബം നോക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ സ്ത്രീകൾ മോശമാണ് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു പടി മുകളിലാണ് പുരുഷന്മാർ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. പൂരുരുട്ടാതി നക്ഷത്രക്കാര പുരുഷന്മാർ ഇത്തരത്തിൽ പെരുമാറുന്നവർ തന്നെയാകുന്നു. എന്നാൽ ബാല്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ കുടുംബത്തിന് നല്ല സമയം, പ്രത്യേകിച്ചും അച്ഛന് ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. കൂടാതെ തൊഴിൽ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വസ്തു, വാഹനം, വീട്, മംഗളകർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ആ വീടുകളിൽ വന്നു ചേരും. അവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അച്ഛന് നൽകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജനനശേഷം വീടുകളിൽ സൗഭാഗ്യം നിറയും എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ദോഷകരമായ ഫലങ്ങളുണ്ട് എങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ജാതകം പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ വളരെ ഉയർച്ച നേടും, അഥവാ വളരെയധികം വിദ്യയിൽ ഉയർച്ച നേടുന്ന നക്ഷത്രക്കാരാണ് എന്ന് തന്നെ പറയാം. പഠിക്കുവാൻ വളരെയധികം താല്പര്യമുള്ളവർ തന്നെയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്നതും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്.
വ്യാഴം അനുകൂലം അല്ലെങ്കിൽ ദോഷകരമാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരണം എന്നില്ല. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. വ്യാഴം അനുകൂലമാവുകയാണ് എങ്കിൽ പെട്ടെന്ന് വിദ്യയിൽ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതല്ല ദോഷകരമായ സ്ഥാനത്താണ് എങ്കിൽ വിദ്യയിൽ വിചാരിച്ച ഉയർച്ച നേടുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്നത് ശുഭകരമായിരിക്കും എന്ന കാര്യവും ഓർക്കുക.